ഓക്സ്ഫോർഡ് സ്കൂളിൻ്റെ 3ാം വർഷത്തിൻ്റെ പ്രിൻസിപ്പൽ ജേക്കബ് സാർ, മാനേജർ അനിൽകുമാർ സാർ, നമുക്ക് നല്ല ക്ലാസ് നയിച്ച സുരേഷ് കുമാർ സാർ, എൻ്റെ സഹപ്രവർത്തകരായ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സെറീന, സുഭിലാഷ് കുമാർ, ജോസഫ്, ജയകൃഷ്ണ മെമ്പർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രകുമാർ, ഈ ഓക്സ്ഫോർഡ് സ്കൂളിൻ്റെ മറ്റ് അനധ്യാപകരെ, വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള പേരൻസ്, ഏറെ സ്നേഹനിധിയായ കുഞ്ഞുങ്ങളെ, ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഈ ഓക്സ്ഫോർഡ് സ്കൂളിൻ്റെ ആനുവൽ ഡേക്ക് ഞാൻ നിൽക്കുന്നത്. തിങ്കളേരിക്കാൻ പ്രദേശം കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു സ്കൂൾ വന്നത് ഈ നാടിൻ്റെ വികസനത്തിന് അടിത്തറ പാകി എന്ന് തന്നെ പറയാം. വരും കാലങ്ങളിൽ തിങ്കളേരിക്കാൻ പ്രദേശത്തെ ഓക്സ്ഫോർഡ് സ്കൂൾ എന്ന് തന്നെ അറിയപ്പെടും. അത് ഈ വികസനത്തിന് തുടക്കം തന്നെയാണ് എന്ന് പറയാം. വാടക കെട്ടിടത്തിൽ നിന്ന് ഇനി സ്വന്തം നിലയിലെത്തിയ ഓക്സ്ഫോർഡ് സ്കൂളിൽ ഞങ്ങൾ വന്നപ്പോൾ തന്നെ, പ്രസിഡന്റ് ഞാനും കൂടി വന്നപ്പോൾ തന്നെ കാണുവാൻ സാധിച്ചു. വളരെയധികം അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ ശ്രദ്ധ ആകർഷിച്ച ക്ലാസ് റൂമിൻ്റെ വലിപ്പം, അതിനോടൊപ്പം തന്നെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്കുള്ള ടോയ്ലറ്റ് സംവിധാനം, ഹൈടെക് രീതിയിലുള്ള ടോയ്ലറ്റ് സംവിധാനം തന്നെയാണ്. അത് വളരെയധികം അത്യാവശ്യമുള്ളൊരു സംഗതിയാണ് എന്ന് എനിക്കും തോന്നിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, അതിലുപരിയായിട്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് കാണാപ്പാഠം പഠിക്കുകയും തിയറി പഠിക്കുകയും ഡ്രോയിങ്ങിലൂടെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും മനസ്സിലായിട്ടുള്ളത് എങ്കിൽ ഇന്ന് ഹൈടെക് രീതിയിൽ ദൃശ്യം മോഡൽ സിനിമ എന്ന പോലെ തന്നെ ദൃശ്യാവിഷ്കാരത്തിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവർ പഠിപ്പിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നത്. റോബോട്ടിക് എന്ന ബ്രെയിൻ എന്താണ് എന്നവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കി, ഹൃദയത്തുടിപ്പ് എന്താണ് എന്നവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കി, ഹൃദയത്തിൽ എത്ര ഉറകളുണ്ട്, എത്ര ധമനികളുണ്ട്, ഇങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് അവർ നേരിട്ട് മനസ്സിലാക്കി പഠിക്കുവാനാണ് പോകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും അവരുടെ മൈൻഡിൽ നിന്ന് മാറത്തില്ല. എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ ആ ദൃശ്യം മോഡൽ പോലെ തന്നെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഓർമ്മയുണ്ടാകും. അത് അവരുടെ പഠനത്തിൽ വളരെയധികം മികവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, സുരേഷ് സാറ് എടുത്ത ക്ലാസ് 100% അത് സാർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇന്നത്തെ തലമുറ നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ച് തന്നെയാണ് സാർ ക്ലാസ് എടുത്തത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റുന്നതിന് നമ്മൾ തന്നെയാണ് കാരണം, രക്ഷകർത്താക്കളാണ്. സാർ പറഞ്ഞതുപോലെ തന്നെ മൊബൈലാണ്. സന്ധ്യയായി കഴിഞ്ഞാൽ പേരൻസിന് സീരിയൽ കാണണം, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കൊടുക്കും. യൂറോപ്യൻ രാജ്യത്തിൽ സാർ പറഞ്ഞത് കറക്റ്റാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ 1 വയസ്സുള്ള കുഞ്ഞു മുതൽ സ്വന്തം കാലിൽ നിൽക്കുവാൻ വേണ്ടിയാണ് അവിടുത്തെ സർക്കാരും പേരൻസും അവരെ പ്രാപ്തരാക്കുന്നത്. 1 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ അവരൊക്കെ തിരുത്തും. പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ അമ്മയോടൊപ്പം അവർ കിടത്തത്തില്ല, വേറെ റൂമിലാണ് കിടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് 1 വയസ്സ് കഴിഞ്ഞാൽ സ്വന്തമായി കഴിക്കണം, വാരി കൊടുക്കണം. ഇവിടെ ആണെങ്കിലോ കാക്ക, പൂച്ച, പട്ടി, ചെടികൾ ഇതെല്ലാം കാണിച്ച് ഒക്കത്തിരുത്തിയാണ് നമ്മൾ നമ്മുടെ മക്കളെ വാരിക്കോരി കൊടുക്കുന്നത്. പക്ഷെ അവിടെ കഴിച്ചെങ്കിൽ കഴിച്ച് അവരവരുടെ വിശപ്പിന് ആവശ്യമുള്ള ഭക്ഷണം അവർ സ്വയം കഴിക്കും എന്ന് ബോധ്യമുള്ളത് കൊണ്ട് അവർ ആ രീതിയിൽ തന്നെയാണ് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത്. അവർ സ്വന്തം കാലിൽ നിൽക്കാൻ അന്ന് മുതൽ പ്രാപ്തരായി വരും. നമ്മളുടെ ഇന്നത്തെ തലമുറ, ഞാൻ ഉൾപ്പെടെ 18ഉം 25ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ രക്ഷകർത്താക്കളാണ് ചെയ്തു കൊടുക്കുന്നത്. ഇന്ന് വലിയ കുഞ്ഞുങ്ങൾ, +2 പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് തുണി കഴുകാൻ നമ്മൾ സമ്മതിക്കുമോ? നമ്മളായിരിക്കും കഴുകി കൊടുക്കുന്നത്. അവർ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ അനുവദിക്കില്ല. കുഞ്ഞുങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ രക്ഷകർത്താക്കൾ തന്നെയാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിരന്തരം പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും അതുപോലെ ഹോസ്പിറ്റലുകളിലും പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, മയക്കുമരുന്നിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്.
MDMA പുറകിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നത്. അവരെങ്ങനെയാണ് അതിനെ അഡിക്റ്റ് ആവുന്നതെന്ന് നമ്മുടെ പേരൻസ് വളരെയധികം ശ്രദ്ധയോടുകൂടി നോക്കിക്കാണണം. സാർ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഓരോ ചലനങ്ങളും, അവരുടെ കണ്ണിൻ്റെ ദിശ ഒന്ന് മാറുമ്പം തന്നെ നമ്മളത് ശ്രദ്ധിക്കണം. ഇന്നത്തെ കുട്ടികൾ ക്രിമിനൽ ആകുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. അവർക്ക് സാർ പറഞ്ഞതുപോലെ പേരൻസിനോടോ വീട്ടിലുള്ളവരോടോ കുടുംബാംഗങ്ങളോടോ സ്നേഹമില്ല, സമൂഹത്തോട് സ്നേഹമില്ല, കൂട്ടുകാരനൊരു ആപത്ത് വന്നാൽ സഹായിക്കാൻ മനസ്സില്ല. ആ ഒരു രീതിയിലാണ് ഇന്നത്തെ തലമുറ പോകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് എൻ്റെ പേരൻസിനോട് പറയാനുള്ളത്, കുഞ്ഞുങ്ങളെ പഠിത്തത്തിൽ അവർ മുന്നേറും. ഒട്ടുമിക്ക കുഞ്ഞുങ്ങൾ A+ മേടിക്കുന്ന കുഞ്ഞുങ്ങളാണ്, നല്ല രീതിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇന്നത്തെ തലമുറ. പക്ഷെ അത് മാത്രം പോരാ, നല്ല കുഞ്ഞുങ്ങളായി വളർത്തണം, നന്മയുള്ള കുഞ്ഞുങ്ങളായി വളർത്തണം, സഹജീവികളോട് കരുണയുണ്ടാകണം, സ്നേഹമുണ്ടാകണം. അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നിങ്ങളത് പ്രവർത്തിച്ച് കുറച്ചൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ ഉള്ളിലുണ്ടാകണം. എന്നെങ്കിലേ നമുക്ക് പുതിയൊരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയൂ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ തിരിച്ചു കിട്ടുകയുള്ളൂ. ആ ഒരു കാര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ വളരെയധികം ശ്രദ്ധ കൊടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മൾ കുഞ്ഞുങ്ങളുടെ പരിപാടി കാണാനാണ് നിങ്ങളും ഞാനും ഒക്കെ ഇവിടെ ഇരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ജീവിതത്തിൽ ഉണ്ടാകട്ടെ, ഉയർച്ചയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു, ഒപ്പം പ്രാർത്ഥിക്കുന്നു.